എന്ത് വലുത്. നമ്മളിപ്പോൾ ഈ മാപ്പ് നോക്കിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതാ നമ്മൾ കാണാൻ വന്ന ആൾ അവിടെ നിന്ന് പയ്യെ പയ്യെ കുണുങ്ങി കുണുങ്ങി നടന്നു വരുന്നുണ്ട്. എക്സ്പീരിയൻസ് ആയാലോ? നിങ്ങൾക്ക് വെള്ളം പേടിയുണ്ടോ? എനിക്ക് വെള്ളം പേടിയില്ല എന്നായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത്. അപ്പോൾ കാൾഷ്രൂ എന്ന് പറഞ്ഞ പേര് വരാൻ ഒരു കാരണമുണ്ട്. ഹലോ എവരിവൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് കാൾസ്രൂയിലാണ്. അപ്പം നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സുവോളജിക്കൽ പാർക്കാണ്. ഞാൻ അങ്ങനെ സൂവിൻ്റെ വലിയൊരു ഫാനൊന്നുമല്ല, പക്ഷെ നമ്മൾ കാണാത്ത ഒരുപാട് തരത്തിലുള്ള പക്ഷികളും മൃഗങ്ങളും ഒക്കെ ഉണ്ടെന്ന് പുറത്ത് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പിന്നെ ഇവർ തന്നെ ഒരു നാച്ചുറൽ ഹാബിറ്റാറ്റിലാണ് ഇവരെയൊക്കെ വളർത്തിയിരിക്കുന്നത്. അതായത് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ലേക്ക് ഉണ്ട്, അതുപോലെ ഫോറസ്റ്റ് ഇവർക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണെന്ന് നമുക്ക് കണ്ടു പോവാം. ഇങ്ങനെ കളിക്കാനുള്ള സ്ഥലം, ഇത് കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട്. നമ്മളങ്ങനെ സൂവിലേക്ക് കയറി വരുമ്പോൾ തന്നെ കാണുന്ന ഒരു ആസ്ട്രോണമിക്കൽ ക്ലോക്കാണിത്. നിങ്ങൾക്കറിയാലോ, ബാറ്ററി ഒന്നും ഇടാതെ ഇത് വർക്ക് ചെയ്യും. അതിൻ്റെ ഷാഡോ അനുസരിച്ചിട്ടാണ് നമ്മൾ എത്രയാണ് ടൈം എന്ന് കണ്ടുപിടിക്കുന്നത്. നിങ്ങൾക്ക് പലർക്കും ഇത് അറിയണ്ടാവും, എന്നാലും ഞാൻ ജസ്റ്റ് പറഞ്ഞെന്നുള്ളൂ. വളരെ വിദഗ്ധമായി മൈക്രോഫോൺ ഓൺ ചെയ്യാൻ മറന്നുപോയതുകൊണ്ടാണ് ഞാനിപ്പോൾ വോയിസ് ഓവർ ചെയ്യേണ്ടി വന്നത്. അതാണ് നേരത്തെ എൻ്റെ ലിപ് സിങ്കും സൗണ്ടും തമ്മിൽ ഒരു മാച്ച് ഉണ്ടാവാതിരുന്നത്. അപ്പോൾ ഇതാ ഇങ്ങനെ കയറി വരുന്നപ്പോൾ കണ്ട ഒരു പക്ഷിയാണിത്. എന്താണ് ഒന്നും എനിക്കറിയില്ല, കാരണം ഞാനിതിനൊക്കെ ആദ്യമായിട്ട് കാണുന്നതാണ്. അപ്പോൾ അങ്ങനെ നിന്നപ്പോൾ തൊട്ടടുത്ത് തന്നെ ഒരു ആൾക്കൂട്ടമൊക്കെ കണ്ടു. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോയി നോക്കിയപ്പോഴാണ് അത് ഫ്ലെമിംഗോസ് ആണെന്ന് മനസ്സിലായത്. ഇത് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. ഇതിപ്പോൾ ജസ്റ്റ് ഒരു സ്റ്റാർട്ടിങ് മാത്രമാണ് കേട്ടോ. ഇതിലും നല്ല ഭംഗിയുള്ള വേറെ വെറൈറ്റി ഫ്ലെമിംഗോസ് ഉണ്ട്. അത് നിങ്ങൾ പോകെ പോകെ കാണും. ഇത് നമ്മൾ കയറി വരുമ്പോൾ തന്നെ കാണുന്ന ഒരു ലേക്കാട്ടോ. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഒരു 5.5 യൂറോ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കയറി ഇന്ന് ഇങ്ങനെ ചവിട്ടി ട്രാവൽ ചെയ്യാം. അതിൻ്റെ ഒപ്പം തന്നെ ഡക്കും കാര്യങ്ങളൊക്കെ താറാവും ഒക്കെ നടക്കുന്നുണ്ട്. അത് എക്സാക്ട് താറാവാണെന്ന് എനിക്കറിയില്ല. വേറെ കുറേ കിളികളെ ഞാൻ കാണുന്നുണ്ട് ഇവിടെ. പേരൊന്നും അറിയില്ല എല്ലാത്തിൻ്റെയും. ഇത് കണ്ടോ, നമ്മൾ നടക്കുന്ന വഴി തന്നെയാണ് ഈ കിളികളും ഒക്കെ നടക്കുന്നത്. അവർക്കൊന്നും അങ്ങനെ പേടിയൊന്നുമില്ല, കാരണം ആരും അവരെ ഇതുവരെ ഉപദ്രവിച്ചിട്ടില്ല. നോക്ക് എന്ത് ഭംഗിയാണ്, നോക്ക് ഇവിടെ 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 നല്ല രസമില്ലേ? ബ്ലാക്ക് ആൻഡ് വൈറ്റ് താറാവ് കണ്ട. ഞാൻ ഇത്ര അടുത്ത് വന്നിട്ട് എനിക്ക് പേടിയൊന്നുമില്ല. ഇപ്പോൾ ഇവിടെ സമ്മറാണ്, അതുകൊണ്ട് തന്നെ പുറത്തൊക്കെ അത്യാവശ്യം നല്ല വെയിലുണ്ട്. പക്ഷെ ഇവിടെ കുറേ മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നല്ല ഒരു തണലും ഒക്കെ ഉണ്ട്. പിള്ളേർക്കൊക്കെ കളിക്കാൻ പറ്റിയ സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഇഷ്ടം പോലെ ഫാമിലീസും ഒക്കെ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ നാട്ടിൽ വളരെ കോമൺ ആയിട്ട് നമ്മൾ കാണുന്ന ഒരാളെയാണ്. പക്ഷെ ഇവിടെ ഉള്ളവർ അതങ്ങനെ കണ്ടിട്ടില്ല. അതുകൊണ്ട് നമുക്ക് അയാളെ കണ്ടിട്ട് വരാം. എടാ, എന്തൊരു മീൻ കണ്ട. അയ്യോ, നമ്മുടെ നാട്ടിലത്തെ വെച്ച് നോക്കുമ്പോ എന്ത് ചെറുതാണ്. അതുകൊണ്ടാണോ? പക്ഷെ കളർ നോക്കിയേ, കറക്റ്റ് ബ്ലാക്ക് ഒന്നുമല്ല. ഇവിടെ ഉള്ളവരുടെ പേരെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജെനി, സൈദ, പിന്നെ ആരെങ്കിലും ഉണ്ടോ? പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ കൊണ്ടുവന്നിരിക്കുന്ന മ്യാൻമാറിൽ നിന്നാണ്. ഏഷ്യൻ എലിഫന്റ്. അതെ, നോക്കി. എന്ത് വലുത്.
ഇതിനാണോ നീർനായാന്ന് പറയുന്നത്? എനിക്കറിയില്ല കേട്ടോ. നല്ല വലുതാ, നല്ല വലുതാ. പൊക്കത്തേക്ക് ഒന്നില്ല, തീർന്നു അതോടുകൂടി. അവരുടെ ഗുഹകളാണ് തോന്നുന്നു അവിടെ. നോക്കി, ഇടയ്ക്ക് മുകളിലേക്കാണ് കേട്ടോ. അതിന് നല്ല പ്രായം ഉണ്ടാവും. നമ്മളിപ്പോൾ ഈ മാപ്പ് നോക്കിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ പല സ്ഥലങ്ങളിലും എല്ലാ ജീവികളെയൊന്നും കാണാൻ പറ്റില്ല. കാരണം ഇവര് നാച്ചുറൽ ഹാബിറ്റാറ്റ് പോലെ ഇവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് ഒരു ടൈം അനുസരിച്ചാണ് ഇവരെ കാണികൾക്ക് കാണാൻ പറ്റുന്ന സ്ഥലത്തേക്ക് കൊണ്ടുവന്നുള്ളൂ. ഫുഡൊക്കെ കൊടുക്കുന്ന ടൈം ആയിരിക്കും. ഈ കാണുന്ന കിളികളൊക്കെ ഇവിടെ ഉണ്ട്, പക്ഷെ നമ്മൾ തന്നെ കണ്ടുപിടിക്കണം, അല്ലാണ്ട് ഇവരെ കൂട്ടിലൊന്നും ഇട്ടിട്ടില്ല. ഇത് പോളാർ ബിയറിന്റെ ഏരിയ അല്ലേ? നമ്മൾ പോളാർ ബിയറിനെ കാണാൻ പോയേ, പക്ഷേ അവിടുത്തെ ഷോ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അത് 3:45 സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ഈ ഒരു മാപ്പ് നിങ്ങൾ വരുമ്പോൾ എടുക്കുകയാണെങ്കിൽ ഇവിടെ വഴികൾ മാത്രമല്ല, ഇപ്പുറത്തെ സൈഡിൽ ഏതൊക്കെ ടൈമിൽ ആരൊക്കെ കാണാൻ പറ്റും കൂടെ എഴുതി വെച്ചിട്ടുണ്ട്. ആ കാണുന്ന വെള്ള കളറുള്ള പാറയില്ലേ, അവിടെയാണ് കേട്ടോ പോളാർ ബെയറിൻ്റെ ഗുഹ ഉള്ളത്. അപ്പം ഷോ സ്റ്റാർട്ട് ചെയ്യാത്തതുകൊണ്ട് ആൾ ഇതുവരെ പുറത്തേക്ക് വന്നിട്ടില്ല, അതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റിയില്ല. ഇത് കണ്ടോ, ഇവിടെ മൊത്തം ചുറ്റിനും കാട് പോലെ, അതായത് മരങ്ങളൊക്കെയാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്ന ആവണം. കാരണം ഇതൊരു സിറ്റിയുടെ സെന്ററിൽ തന്നെ ഇത്രയും വലിയൊരു കാട് വരാൻ സാധ്യതയൊന്നുമില്ല. പിന്നെ ഇവിടെ ഓരോ കിളികൾക്കും ഉള്ള വെറൈറ്റി ഫുഡുകളുടെ ഒരു ഇതുണ്ട്. അപ്പൊ ഇവിടെ വന്ന് ഫുഡ് കഴിക്കുമ്പോഴായിരിക്കണം നമുക്ക് കാണാൻ പറ്റുക. എന്തായാലും ഇപ്പൊ കിളികളൊന്നും വന്നിട്ടില്ല. യെസ്, ഇത് ഉറങ്ങുന്നതാണോ കണ്ണ്? ഈ ഒരു മരം കണ്ടോ? ഈ പഴം കണ്ടിട്ട് നിങ്ങൾക്ക് നാട്ടിൽ ഏതെങ്കിലും ഒരു ഫ്രൂട്ടായിട്ട് മാച്ച് തോന്നുന്നുണ്ടോ? എനിക്ക് കണ്ടിട്ട് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാകുന്ന നാടൻ ചെറിയില്ലേ, അതേപോലെയാണ് തോന്നിയത്. പക്ഷേ ഇതൊക്കെ കാട്ടുപഴങ്ങളാണ്. ഇതൊന്നും ആരും പറിച്ച് കഴിക്കരുത്. പക്ഷെ കണ്ടു കഴിഞ്ഞാൽ നല്ല ഭംഗിയും കഴിക്കാനൊക്കെ ഒന്ന് തോന്നിപ്പോവും ആർക്കായാലും. ഈ സൂ എന്ന് പറയുമ്പോൾ ബേർഡ്സും ആനിമൽസും മാത്രമല്ലല്ലോ, ഇൻസെക്ട്സും അതിൽ പെട്ടതാണ്. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ഒരു ഇൻസെക്ട് പാർക്കിലാണ്. നമ്മളെല്ലാം ഒന്നും കാണിക്കുന്നില്ല, കാരണം നിങ്ങളും ബോറടിക്കും. എപ്പോഴെങ്കിലൊക്കെ ഇവിടെ വരികയാണെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ തരുന്നുള്ളൂ. അതെ അതെ, ഇവിടെ ബീയുണ്ട്. അങ്ങനെ ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലാണെങ്കിൽ ഇങ്ങനെ വെക്കില്ലല്ലോ, അപ്പൊ അവര് കുത്തില്ലായിരിക്കും. അത്യാവശ്യം വെയിലുള്ളതുകൊണ്ടാ തോന്നുന്നു ആനിമൽസ് ഒക്കെ ഓരോരോ പൊത്തിക്ക് ഇരിക്കുകയാണ്, അതുകൊണ്ട് ആരെയും കാണാൻ പറ്റുന്നില്ല. ഈ സംഭവമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നേ. എന്താ ഒരു ഗാംഭീര്യം! ആളൊറ്റയ്ക്കുള്ളൂ തോന്നുന്നു. നിങ്ങൾക്ക് എത്രത്തോളം ക്ലിയർ ആവുന്നുണ്ട് എന്നെനിക്കറിയില്ല, പക്ഷേ ഈ ലെപ്പേർഡിന് രോമം കൂടുതലാണ്. കാരണം ഇതിൻ്റെ പേര് ഷ്നീ ലിയോപാഡ് എന്നാണ്, അതായത് സ്നോയിൽ ജീവിക്കുന്ന ലെപ്പേർഡ്സ്. അതായത് നമ്മൾ വിൻ്റർ ജാക്കറ്റ് ഇടുന്ന പോലെയാണ് ഇവരുടെയൊക്കെ തൊലിപ്പുറ ഇരിക്കുന്നത്. എന്താ അല്ലേ, പ്രകൃതിയും ഈ ജീവജാലങ്ങളും ഒക്കെ ആയിട്ടുള്ളൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങേ. അങ്ങോട്ടേക്ക് വാ. ഒരാളിവിടെ ഒലിച്ചിരിപ്പുണ്ട് കേട്ടോ, ഞാൻ കാണിച്ചു തരാം. കുറച്ചൊന്ന് നമ്മൾ കുനിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. സത്യം പറഞ്ഞാൽ ഈ മൂങ്ങേനെ മഞ്ഞിൻ്റെ ഇടയിൽ എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല, കാരണം അത്രയ്ക്ക് വെള്ള കളറായിരുന്നു. ജിറാഫ് നമ്മുടെ അവിടെയുള്ള സൂവിലൊക്കെ ഉണ്ട്. ഞാൻ ആദ്യമായിട്ട് ജിറാഫിനെ കണ്ടത് എനിക്ക് തോന്നുന്നു മൈസൂർ സൂവിലായിട്ട് പോയപ്പോഴാണ്. എന്നാലും ഇപ്പോഴും അടുത്ത് കാണുമ്പം ഒരു അത്ഭുതം തന്നെയാണ് കേട്ടോ. പിന്നെ നമ്മൾ കുറച്ചിങ്ങോട്ടേക്ക് വന്നപ്പം നമ്മളൊരു ആർട്ടിഫിഷ്യൽ ലേക്കിൻ്റെ അടുത്തേക്കാണ് വന്നത്. ലേക്കോ പോണ്ടോ അങ്ങനെയൊക്കെ പറയാം.
നിങ്ങൾ ആ ഒരു വലിയ മീനെ കണ്ടോ? പക്ഷെ നമ്മളിവിടെ വന്നത് മീനെ കാണാനല്ല. നമ്മൾ കാണാൻ വന്ന ആൾ അവിടെ നിന്ന് പയ്യെ പയ്യെ കുണുങ്ങി നടന്നു വരുന്നുണ്ട്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാട്ടോ പെങ്കിനെ കാണുന്നത്. അതുകൊണ്ട് അതിൻ്റേതായ എല്ലാ എക്സൈറ്റ്മെൻറ്റും എനിക്കുണ്ട്. എനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു ഈ ഒരു ജീവിനെ എനിക്ക് കാണണം എന്നുള്ളത്. പണ്ട് പോകോലും ഇതിൻ്റെ ഒരു കാർട്ടൂണൊക്കെ ഉണ്ടായിരുന്നു. അപ്പം തൊട്ടേ അതിനുശേഷം പിന്നെ നമ്മൾ ഡിസ്കവറി ചാനലിലൊക്കെ കാണുമ്പം ഭയങ്കര ഒരു അത്ഭുതമായിരുന്നു. ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റും ഒക്കെ ആയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാണണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹമുള്ള ഒരു ജീവിയായിരുന്നു. നിങ്ങൾക്ക് അവിടെ നോക്കിയാൽ കാണാം, അവിടെ ചെറിയ ചെറിയ ഗുഹ പോലെയൊക്കെ ഇവരുണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലും ഒക്കെ ഉണ്ട് കേട്ടോ. ഇവരിങ്ങനെ കുറച്ചു നേരം നിരീക്ഷിച്ച് നിന്നപ്പോൾ തന്നെ അച്ഛനമ്മ കുട്ടികൾ എന്നൊക്കെ ഞാൻ തന്നെ ഒന്ന് ഊഹിച്ചെടുക്കാനൊക്കെ തുടങ്ങി. കാരണം ഇവരങ്ങനെ കൂട്ടമൊക്കെ ആയിട്ടാണ് നിന്നിരുന്നത്. പോയി നേരത്തെ ലൈഫിൽ ആദ്യമായിട്ട് കാണുന്ന ഒരു സംഭവം ആയതുകൊണ്ട് എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. അതേപോലെ എക്സൈറ്റ്മെൻറ്റ് എനിക്ക് ഇവിടെ ഫീൽ ചെയ്തത് ഈ കാണുന്ന പിള്ളേർക്കൊക്കെയാണ്. ഈ സദേൺ ഹെമിസ്ഫിയറിലുള്ള സ്ഥലങ്ങളിലൊക്കെയാണല്ലോ ഈ പെങ്കിൻസിനൊക്കെ കാണാൻ പറ്റുക. പക്ഷേ പെങ്കിൻസ് തന്നെ പല ടൈപ്പ് ഉണ്ടെന്ന് ഇത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത്. നമ്മളങ്ങനെ വീണ്ടും ഞാൻ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു ജീവിയുടെ അടുത്തേക്കാണ് വന്നിരിക്കുന്നത്. എന്താല്ലേ, നമ്മൾ കാണാത്ത എന്തോ ഒരു ജീവികളുണ്ട്. അപ്പം ഇങ്ങനെ കണ്ടപ്പം എനിക്ക് തോന്നിയത് ഒരു വലിയ എലി അങ്ങനെയായിരുന്നു ഫീൽ ചെയ്തത്. സംഭവം ഇത് കാൻഗരു ആണ് കേട്ടോ. ഒരാൾ ഫുള്ള് വെള്ള കളറായിരുന്നു. തൊട്ടപ്പുറത്തൊക്കെ കാണാം കുറച്ചൊരു ആഷ് കളറിലുള്ള ഒരു കാൻഗറുവും കൂടെ അവിടെ നിൽപ്പുണ്ട്. ഇവരെ കണ്ടപ്പോൾ തന്നെ ഞാൻ തപ്പാൻ തുടങ്ങിയത് ഇവരുടെ ഫ്രണ്ടിലത്തെ സഞ്ചിയാണ് കേട്ടോ. പക്ഷെ അതെനിക്ക് കാണാൻ പറ്റിയില്ല, കാരണം ഇവർ ചെറിയ കാൻഗറൂസ് ആയിരുന്നു. നല്ല രസമില്ലേ കാണാനായിട്ട്? ഇവരെ കാണാൻ നല്ല ഭംഗിയുണ്ടെങ്കിൽ നല്ല സ്മെല്ലുണ്ട് കേട്ടോ. ചെറുതായിട്ടൊന്ന് മൈക്രോഫോണിൻ്റെ മോഡ് മാറി കിടക്കായിരുന്നു. അതുകൊണ്ടാണ് നിങ്ങളിപ്പോൾ കുറച്ച് എക്കോ ഒക്കെ കേട്ടത്. അപ്പോൾ ചേട്ടൻ എന്താ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചാനൽ ഇപ്പോൾ വന്ന് ഒരു ഡിസ്കവറി ചാനലായിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. പക്ഷെ ഇവരൊക്കെ ഒന്ന് നോക്കി എന്ത് ഭംഗിയാണ്. അതുകൊണ്ട് ചേട്ടനെടുത്ത മിക്ക വീഡിയോയും ഞാനിവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നല്ല പിങ്ക് കളറല്ലേ ഇവരുടെ ഒച്ചേട്ടോ അതൊക്കെ. ഓ ഒന്ന് സൂം ചെയ്തേക്ക്. അത് പെൺമയിലാണല്ലേ. ഇപ്പം നമ്മൾ എത്തിയിരിക്കുന്നത് സൂവിൻ്റെ തന്നെ ഒരു സെക്കൻഡ് പാർട്ടിലേക്കാണ്. അതായത് ഇവിടെ കുറേ ഗാർഡൻ പോലെ പൂവൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഇവിടെ ആട്ടോ ഒരു സെക്കൻഡ് പാർട്ട് വരുന്നത്. അതിലൂടെ മയിലൊക്കെ ഉണ്ട്. ഇതൊക്കെ നമ്മൾ സാധാരണ സൂവിലൊക്കെ മയിലിനെയൊക്കെ കൂട്ടിലിട്ടൊക്കെയല്ലേ കാണാറ്. ഇവിടെ ആൾക്കാർ ഇരിക്കുന്നുണ്ട്, അവിടെ കുട്ടികളൊക്കെ ഇരിക്കുന്നുണ്ട്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ മയിൽ ചുമ്മാ നടന്നുകൊണ്ടിരിക്കുക. കാരണം ഇതുങ്ങൾക്ക് അങ്ങനെ ഒന്നും പേടിയൊന്നുമില്ല. പിന്നെ നമ്മളിവിടെ നടക്കുമ്പോഴാണെങ്കിലും നമ്മുടെ തലയുടെ മുകളിൽ കൂടെയൊക്കെ കിളികളൊക്കെ പറന്നു പോകുന്നുണ്ട്, പല വെറൈറ്റി ടൈപ്പുള്ള കിളികളൊക്കെ. ഇനിതാ നമ്മളുടെ പൂർവികരൊക്കെ ഒന്ന് കാണാം. ഇവർ രണ്ടുപേരും മാത്രമല്ല കേട്ടോ, വേറെയും കുറേ ആൾക്കാരുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. പക്ഷേ ഇവരാണ് നമ്മളുടെ ചില്ലിൻ്റെ ഭാഗത്തേക്ക് വന്നിട്ടുള്ളൂ. അതാണ് നമുക്ക് ഇവരെ മാത്രം കാണാൻ പറ്റുള്ളൂ. കളിക്കുകയാണെന്ന് തോന്നുന്നല്ലേ. ഇവര് 1985 ജനിച്ചവരാണ് കേട്ടോ. ഇവിടെ ജീവികളുടെയൊക്കെ പേര് ജർമ്മനിലാണ് എഴുതി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമുക്കത് ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്തെടുക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എന്നാലേ നമുക്കത് മനസ്സിലാവുള്ളൂ എന്താണ് ഈ ജീവി എന്നുള്ളത്. അപ്പം നമ്മൾ കാണാത്ത ജീവികളെ മാത്രമേ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഈ പുള്ളിക്കാരനെ ഞങ്ങൾ ചെന്നപ്പം ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇനി കുറച്ച് നേരത്തേക്ക് ഒരു അണ്ടർ വാട്ടർ എക്സ്പീരിയൻസ് ആയാലോ. നിങ്ങൾക്ക് വെള്ളം പേടിയുണ്ടോ? എനിക്ക് വെള്ളം പേടിയില്ല എന്നായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ ഇങ്ങനെ ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട് കൺമുന്നിൽ ഈ വെള്ളത്തിൻ്റെ ഒപ്പം നീർനായകനും കൂടെ കണ്ടപ്പോൾ എനിക്ക് അത്യാവശ്യം പേടിയുണ്ടായിരുന്നു കുറച്ച് നേരത്തേക്ക്. നമ്മൾ ആദ്യം മുകളിൽ കണ്ട ലേക്കിൻ്റെ ഒരു സൈഡ് വ്യൂ ആണ് കേട്ടോ ഇത്.
നല്ല രസമുണ്ടല്ലേ കാണാൻ. കണ്ണൊക്കെ അടിച്ചാണോ വരുന്നത്? നമ്മളങ്ങനെ സൂയിൽ നിന്നൊക്കെ വന്നിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയേക്കാണ്. ഇവിടെ ഒരു തമിഴ് റെസ്റ്റോറൻറ്റിലാണ് കയറിയേക്കാൻ. എങ്ങനെയുണ്ട് ഫുഡ് എന്നൊക്കെ നമുക്ക് വഴിയെ കാണാം. അപ്പോൾ ഞങ്ങളൊരു തലപ്പാക്കട്ടി ബിരിയാണി ചിക്കൻ്റെ, പിന്നെ കൊത്തു പൊറോട്ട, മെതുവട, ഇതൊക്കെയാണ് നമ്മൾ ഓർഡർ ചെയ്യാൻ പോകുന്നത്. എനിക്ക് മൂക്കടങ്ങിയിട്ടുണ്ട്. ഈ പറഞ്ഞ ഫുഡ് ഐറ്റംസ് ഒന്നും നിങ്ങളെ വലിയ എക്സൈറ്റ് ആക്കില്ല എന്നെനിക്കറിയാം. പക്ഷേ നമ്മളിങ്ങനെ പുറത്തൊക്കെ ജീവിക്കുമ്പം നമ്മുടെ നാട്ടിലത്തെ ഫുഡ് കഴിക്കാൻ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരിക്കും. കുറച്ച് തിക്കാണ്, ഭയങ്കര മധുരമൊന്നുമില്ല. കുറച്ച് തിക്നെസ് ഭയങ്കര കൂടുതലാണ്, കുഴപ്പമില്ല. അങ്ങനെ നമ്മളുടെ മെതുവട എത്തി. ഇതൊക്കെ ഞാൻ പറഞ്ഞു തരണ്ടല്ലോ, എല്ലാവർക്കും അറിയാൻ പറ്റും. നല്ല ടേസ്റ്റ് ഉണ്ട്. സാധാരണ ഇവിടെ അങ്ങനെ നല്ല ടേസ്റ്റുള്ള നമ്മുടെ സൗത്ത് ഇന്ത്യൻ ഫുഡ് കിട്ടാൻ ഭയങ്കര പാടാണ്. ഇതില്ലേ നല്ല ചൂടുണ്ട്. ദം ബിരിയാണിയാണ്. അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു. അതൊന്നാ കൊത്തു പൊറോട്ട അല്ലേ? അടിപൊളി. നമ്മളിപ്പോൾ നിൽക്കുന്നത് ബാഡൻവുട്ടംബർഗിലെ തന്നെ മൂന്നാമത്തെ ലാർജസ്റ്റ് സിറ്റിയാണ്. അപ്പൊ ആദ്യത്തെ രണ്ടെണ്ണം ഏതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റുട്ട്ഗാർട്ടും മാൻഹൈമും ആണ്. അത് കഴിഞ്ഞിട്ടുള്ളതാണ് കാൾസ്റൂവെ. അപ്പൊ കാൾസ്റൂവെ എന്ന് പറഞ്ഞ പേര് വരാൻ ഒരു കാരണമുണ്ട്. ഇതിന്റെ ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു രാജാവ് കണ്ട സ്വപ്നമാണ് ഈ കാണുന്ന പാലസും അതിന് ചുറ്റുമുള്ള സിറ്റിയും. അപ്പം മാഗ്രേഫെ എന്ന് പറഞ്ഞ ഒരു രാജാവ് ഒരു ദിവസം ഒരു സ്വപ്നം കണ്ടു. ആൾക്ക് പാലസ് പണിയാനായിട്ട് ഒരു പുതിയ സ്ഥലം, അതും ഒരു സ്റ്റാർ ഷേപ്ഡ് ആയിട്ടുള്ള സിറ്റിയൊക്കെ ഉള്ള ഒരു സ്ഥലം അയാൾ സ്വപ്നം കണ്ടു. അങ്ങനെയാണ് ആള് കൊണ്ടുവന്ന് കാൾസ്റൂവെ എന്ന് പറഞ്ഞ ഈ സ്ഥലത്ത് ഈ പാലസ് വെച്ചത്. ഈ പാലസ് വന്നതിന് ശേഷമാണ് ഇതിന് ചുറ്റും സിറ്റി ആയിട്ട് രൂപപ്പെട്ടത്. അപ്പൊ ഇതാണ് ഇതിനെ പറ്റിയുള്ള ഒരു ചെറിയ കഥ. എന്റെ ബാക്കിൽ കാണുന്നത് 200 വർഷത്തോളം ആ രാജാവ് ജീവിച്ച, അതായത് ആ രാജാവല്ലോട്ടോ, ആ രാജാവിന്റെ തലമുറ കൂടെ ജീവിച്ച ഒരു കൊട്ടാരമാണ്. ഈ കൊട്ടാരത്തിലേക്ക് പബ്ലിക്കിനും എൻട്രൻസ് ഉണ്ട്. 8 യൂറോ കൊടുക്കുകയാണെങ്കിൽ നമുക്കൊക്കെ കയറി കാണാം. അതേപോലെ തന്നെ ഇതിന്റെ ടോപ്പിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം സിറ്റി മൊത്തം കാണാൻ പറ്റും. ഇതൊരു ബേഡ് വ്യൂ ആണ് അതിന്റെ മുകളിൽ നിന്നാണ് ഇവര് പറയുന്നത്. ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ടല്ലേ. അപ്പോൾ ഒരു 1 ഡേ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നവർക്ക് ഇത് കുറച്ച് ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെയും cheers.